ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. CPM SFIയിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഭാവിയിലെ നേതാക്കളെയോ ജനപ്രതിനിധികളെയോ അല്ലെന്നും ഗുണ്ടകളെ മാത്രമാണെന്നും ഷാഫി പറമ്പിൽ MP. CPMൽ നേതാക്കളാകേണ്ടവർ വിരളവും ഗുണ്ടകൾ ധാരാളവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ തോട്ടട ITIയിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആസ്പത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MP. കണ്ണൂർ ITI യൂണിറ്റ് പ്രസിഡന്റ് CH മുഹമ്മദ് റിബിൻ, അർജുൻ കോറോം, ഫായിസ്, MC അതുൽ എന്നിവരെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM SFIയിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഭാവിയിലെ നേതാക്കന്മാരെയോ ജനപ്രതിനിധികളെയോ സംഘടനാ നേതാക്കന്മാരെയോ ഒന്നുമല്ല. CPM SFIയിലൂടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഗുണ്ടകളെ മാത്രമാണ്. നേതാക്കന്മാരാവേണ്ടവർ ഇനി വിരളമാണ്, ഗുണ്ടകളാവേണ്ടവർ ഇനി ധാരാളമാണ്. അതുപോലത്തെ കാടത്തും തെമ്മാടിത്തരമാണ് ആ ചെറുപ്പക്കാരനോട് കാണിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ റിബിനോട് സംസാരിക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇൻസിഡൻസും നിങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയതാണ്. ഒരു ലൈവായിട്ട് പോലും പറയുന്നത് കേട്ടു. ഒരാളെ അടിച്ച് ബോധം കെടുത്തി വരെ അടിച്ചിട്ട് അവിടുന്ന് എടുത്ത് കൊണ്ടുപോകുമ്പോൾ കൈകൊട്ടി പരിഹസിച്ച് കളിയാക്കുന്ന തരത്തിലേക്കുള്ള മനുഷ്യത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ട പല ഗുണ്ടകളാണ് ഇത്തരം ക്യാമ്പസുകൾ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുസാറ്റ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ ഇതിനൊക്കെതിരായിട്ടുള്ള തിരിച്ചടിയാണ് വന്നത്. പക്ഷെ അതിനകത്ത് പോലീസിന്റെ കള്ളക്കളി, ഈ ഗുണ്ടായുസത്തിനും കാടത്തത്തിനും പോലീസ് കൂട്ടുനിൽക്കുക. ഇത്രയും മർദ്ദനമേറ്റ അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടിട്ട് ആ കേസിനകത്ത് ഇപ്പം 308 ഇവരെ പ്രതിയായി ചേർത്തിരിക്കുക. അവരുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നുണ്ട് അവരുടെ പ്രവർത്തകർ അത് ആ ക്യാമ്പസിൽ പഠിക്കാതെ പുറത്തു വന്ന ഒരാളുടെ തല പൊളിഞ്ഞത് അവിടുന്ന് പോലീസിന്റെ ലാത്തി ചാർജിലാണെന്ന് അവരുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ നടത്തുന്ന പ്രതികരണങ്ങൾ പുറത്തുണ്ട്. അതുണ്ടായിട്ടും ഈ ചെറുപ്പക്കാരനെതിരെ റിബിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ 308 കേസെടുത്തിരിക്കുക. ഈ സംഘർഷം നടക്കുന്നത് കണ്ടിട്ട് അടി കൊണ്ട് നിലത്ത് വീണ ഈ കുട്ടിയെ അവിടുന്ന് ഒന്ന് എടുക്കാൻ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടൊന്ന് ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ പോലും 308 ഇപ്പൊ പോലീസിന്റെ പണി എന്താ? പോലീസ് ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? ഈ ഗുണ്ടകൾക്ക് വേണ്ടി കാവലൊരുക്കലാണോ പോലീസിന്റെ പണി? ഇത്രയും വലിയ ഇൻസിഡന്റ് നടന്നിട്ട് ആകെ ഒരാളെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പോലീസും ഭരണകൂടം എല്ലാം കൂടെ ഒത്തു കളിച്ചിട്ട് മനുഷ്യന്റെ സമാധാനമായ ജീവിതം, ക്യാമ്പസിലെ സ്വസ്ഥമായ പഠനവും ഒക്കെ ഒഴിവാക്കേണ്ടി വരിക. ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയാം. അവിടുന്ന് കുട്ടികൾ TC വാങ്ങി പോയിട്ടുണ്ട് ഇവരുടെ ഉപദ്രവം സഹിக்க വയ്യാതെ. കോൺഗ്രസ് നേതാക്കളായ കണ്ടോത്ത് ഗോപി, KP സാജു, അഡ്വക്കേറ്റ് K ഷുഹൈബ്, മുസ്ലിം ലീഗ് നേതാവ് ബഷീർ ചെറിയാണ്ടി, KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അർജുൻ കട്ടയാട്ട്, അജീസ്, CT അഭിജിത്ത്, ഫർസിൻ മജീദ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ K കമൽജിത്ത്, K അഷ്റഫ്, TM സുദ്ദീൻ എന്നിവരും MP ക്കൊപ്പമുണ്ടായിരുന്നു.